നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് സമീറുള്ളത്. സമീർ, അവിടെ നിന്ന് എന്താണ് പുതുതായി നൽകാനുള്ള വിവരങ്ങൾ? അനുജ, നിലവിൽ ഏറ്റവും ഒടുവിൽ ഒരു മൃതദേഹത്തിന്റെ ഭാഗം കൂടി നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇതുവരെ 147 മൃതദേഹങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇതുവരെ എത്തിയിരിക്കുന്നത്. ഇതിൽ 58 മൃതദേഹങ്ങളും 89 ശരീരഭാഗങ്ങളും ഉള്ളവ എന്നിങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 146 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നിലവിൽ വയനാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ 58 മൃതദേഹങ്ങളിൽ 32 പുരുഷന്മാരെ തിരിച്ചറിഞ്ഞു, 23 സ്ത്രീകൾ, 2 ആൺകുട്ടികൾ, 1 പെൺകുട്ടി എന്നിങ്ങനെയാണ് കണക്കുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും നിലവിൽ ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിലുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ നേരത്തെ ലഭിച്ച ചില മൃതദേഹത്തിന്റെ ഭാഗങ്ങളും ഒരുപക്ഷെ 1-2 മൃതദേഹങ്ങൾ കൂടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവയെല്ലാം തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെയായിരിക്കും നിലവിൽ ഈ മൃതദേഹങ്ങളും അതിന്റെ ഭാഗങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. നിലവിൽ ഇന്ന് ചാലിയാർ പുഴയുടെ തമിഴ്നാടിന്റെ ഭാഗം ഉൾപ്പെടെ പുഴയുടെ എല്ലാ തീരങ്ങളിലും ഇന്ന് തിരച്ചിൽ വിവിധ സംഘങ്ങളായി നടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതായത് സന്നദ്ധ പ്രവർത്തകർ, ഒപ്പം തന്നെ ഫയർഫോഴ്സ്, തണ്ടർബോൾട്ട്, പോലീസ്, ഇങ്ങനെ വിവിധ സേനകൾ വിവിധ ടീമുകളായി തിരിച്ചുകൊണ്ട് ചാലിയാർ പുഴയുടെ തീരങ്ങളിലുള്ള ഉൾവനങ്ങളിൽ അടക്കം വലിയ തരത്തിലുള്ള തിരച്ചിൽ ഇന്ന് നടത്തി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടം നടന്ന ചൂരൽമലയിൽ നിന്നും 40 കിലോമീറ്ററോളം അകലെ മമ്പാട് ഓടായിക്കൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇന്ന് 2ഓളം മൃതദേഹങ്ങളും 2 മൃതദേഹത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തി എന്നുള്ളതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതായത് ദുരന്ത ഭൂമിയിൽ നിന്നും മരവിച്ച ശരീരങ്ങൾ ഇത്രയധികം ചാലിയാർ പുഴയിലൂടെ 40 കിലോമീറ്ററോളം ഒഴുകി എന്നുള്ളതാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. ഏതായാലും തിരിച്ചറിയാനാകാത്ത നിരവധി ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇവയെല്ലാം തന്നെ DNA പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്നുള്ളതാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയിൽ നിന്നും ഇന്ന് എത്തിച്ചിരിക്കുന്ന ഒരു മൃതദേഹത്തിന്റെ ഒരു ഭാഗം അത് മൃഗത്തിൻ്റെതാണ് എന്നുള്ളതാണ് നിലവിൽ പ്രാഥമിക പരിശോധന ഡോക്ടേഴ്സ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ ഇത്തരത്തിൽ ലഭിച്ച മൃതദേഹമായതുകൊണ്ട് തന്നെ പ്രോട്ടോകോൾ പ്രകാരം അത് DNA പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഡോക്ടേഴ്സ് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും നാളെയും ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ തുടരുമെന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇനി കൂടുതൽ ശരീരങ്ങൾ എത്തുകയാണെങ്കിൽ അവ ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങളും പോസ്റ്റ്മോർട്ടം എല്ലാം തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ചാലിയാർ പുഴയിൽ തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ഏത് തരത്തിലേക്കാണ് നിലവിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം ഇതെല്ലാം പുരോഗമിക്കുന്നത്? നിലവിൽ ചാലിയാർ പുഴയിൽ കഴിഞ്ഞ ദിവസം പുഴയിലാണ് തിരച്ചിൽ നടന്നതെങ്കിൽ ഇന്നലെയും ഇന്നുമായി പുഴയുടെ തീരങ്ങളിലാണ് തിരച്ചിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ചാലിയാർ പുഴയിൽ ഒഴുകി വന്ന മൃതദേഹങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ പാലങ്ങൾക്കടിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ മരങ്ങളും ഒപ്പം തന്നെ കല്ലുകളും നീക്കിക്കൊണ്ട് അവിടെ പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പുഴയുടെ അടുത്തുള്ള ഈ ഉൾക്കാടുകളൊപ്പം തന്നെ മലനിരകളെല്ലാം തന്നെ വളരെ വിശദമായി തന്നെ നിലവിൽ തിരച്ചിൽ നടത്തുന്നു. പ്രത്യേകിച്ച് വലിയ അളവിൽ വെള്ളം വന്ന സമയത്തെല്ലാം അല്ലെങ്കിൽ ഒഴുകി വന്ന സമയത്തെല്ലാം തന്നെ ഒരുപക്ഷെ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് അടിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ ചാലിയാർ പുഴയിൽ ഈ വെള്ളത്തിന്റെ തോത് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇവിടങ്ങളെല്ലാം തന്നെ നിലവിൽ തിരച്ചിൽ വളരെ കൃത്യമായി നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ചാലിയാർ പുഴയുടെ സമീപത്തുള്ള ഉൾവനങ്ങളിൽ നിന്നും കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ കിലോമീറ്ററുകളോളം രക്ഷാപ്രവർത്തകർ അത് തോളിലേറ്റി വഹിച്ചുകൊണ്ട് ചാലിയാർ പുഴയിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് അവിടെ നിന്നും ബോട്ട് മാർഗം ഇക്കരയിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും ട്രാക്ടറിലോ മറ്റുള്ള വാഹനങ്ങളിലാണ് റോഡിലേക്ക് മൃതദേഹം എത്തിക്കുകയും ഈ റോഡിൽ നിന്ന് മാത്രമാണ് ഈ ആംബുലൻസിൽ കയറ്റി ഇവയെല്ലാം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് ഈ ചാലിയാർ പുഴയ്ക്ക് അടുത്തുള്ള ഒരു ചെങ്കുത്തായ പ്രദേശത്ത് നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയ സമയത്ത് ചില രക്ഷാപ്രവർത്തകർ പോലീസുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട് എയർലിഫ്റ്റിംഗ് നടത്താനുള്ള സാധ്യതകൾ തേടിയിരുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യം അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമാവാത്തത് മൂലം 10ഓളം കിലോമീറ്റർ ഇവർ ഈ മൃതദേഹം തന്നെ തോളിലേറ്റി വഹിച്ചുകൊണ്ട് നിലവിൽ ഈ പുഴയുടെ അടുത്തേക്ക് എത്തിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പ്രധാനമായും ഈ പാലങ്ങൾക്കടുത്തുള്ള ഈ മരങ്ങളെല്ലാം തന്നെ നീക്കിക്കൊണ്ട് വളരെ വിശദമായ പരിശോധന ഇന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ നടത്തിയ സമയത്താണ് ഈ ചൂരൽമലയിൽ നിന്നും 40 കിലോമീറ്റർ അകലെ മലപ്പുറം ജില്ലയിലെ മമ്പാട് ഓടായിക്കൽ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഈ 2 മൃതദേഹങ്ങളും 2 മൃതദേഹത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും വളരെ പ്രധാനമായി വിവിധ ടീമുകളായി തിരിച്ചുകൊണ്ട് പുഴയുടെ പലയിടങ്ങളിലായി വളരെ വിശദമായ പരിശോധനയായിരിക്കും നടക്കുക. ഇന്ന് നമ്മൾ ജില്ലാ പോലീസ് മേധാവി
മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ചാലിയാർ പുഴയുടെ തീരത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും SHOമാർക്ക് വളരെ പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നു. പുഴയുടെ തീരത്തുള്ള എല്ലാ സ്റ്റേഷനുകളിലെ SHOമാരുടെ നേതൃത്വത്തിൽ ഈ പുഴയിൽ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി തെരച്ചിൽ നടത്തണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. അവയെല്ലാം തന്നെ ഇന്ന് ചാലിയാർ പുഴയുടെ എല്ലാ തീരങ്ങളിലും വളരെ വിശദമായി തന്നെ തെരച്ചിൽ ഇന്ന് നടന്നു. അതുകൊണ്ട് തന്നെ നാളെയും സമാനമായ രീതിയിൽ തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കണ്ടെത്തിയേക്കാം എന്നുള്ള ഒരു സൂചനയും നിലവിൽ ലഭിക്കുന്നുണ്ട്. ചാലിയാർ പുഴയിൽ ജലനിരപ്പ് കുറയുന്നു എന്നുള്ളത് അത് കുറച്ച് ഈ രക്ഷാപ്രവർത്തനത്തിന് കുറച്ച് ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണെന്ന് കരുതാമല്ലേ? അനുജ, തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇന്ന് നമ്മൾ ഏതാണ്ട് ഉച്ച സമയത്താണ് നമ്മൾ ഈ തിരച്ചിൽ നടക്കുന്ന മുണ്ടേരി പോത്തുകൾ ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് നമ്മൾ പോയിരുന്നത്. ആ സമയത്തെല്ലാം തന്നെ ഇന്നലെ നമ്മൾ അവിടെ എത്തിയ സമയത്തുണ്ടായിരുന്ന ജലനിരപ്പല്ല ഇന്ന് നമ്മൾ പോയപ്പോൾ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസവും അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ മഴ കുറവാണെങ്കിൽ നാളെ ഒരുപക്ഷെ ജലനിരപ്പ് കൂടുതൽ അത് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നാളെയും ഈ ജലനിരപ്പ് കുറയുന്നത് രക്ഷാപ്രവർത്തനത്തെ അത് കൂടുതൽ പോസിറ്റീവായി അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജം പകരുമെന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഇന്ന് നമ്മൾ പോയ സമയത്ത് കൂടുതൽ ബോട്ടുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു. അങ്ങനെ വിവിധ സംഘങ്ങളായ ആളുകൾ ബോട്ടുകൾ കയറി പുഴയുടെ ഓരോ തീരങ്ങളിലേക്കും പോകുന്നു. അവർ ആ പുഴയുടെ ആ തീരങ്ങളിലും ആ കാടുകളിലും തിരച്ചിൽ നടക്കുന്നു. ആ ബോട്ട് വീണ്ടും തിരിച്ചെത്തി കൂടുതൽ പേരെ അതിലേക്ക് കയറ്റി അങ്ങനെയുള്ള തിരച്ചിലാണെന്ന് പ്രധാനമായും നടന്നത്. പ്രത്യേകിച്ച് വനം വകുപ്പിൻ്റെയും ഒപ്പം തന്നെ ഈ നിലമ്പൂരിലെ സന്നദ്ധ പ്രവർത്തകർ ERFിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പ്രധാനമായും ഈ പുഴയിൽ നടന്ന തിരച്ചിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പുഴയുടെ തീരത്ത് നടന്ന തിരച്ചിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇത്തരം ഈ നിലവിൽ തിരച്ചിൽ നടത്തുന്നത് ഇത്തരം ഈ തിരച്ചിലിന് അല്ലെങ്കിൽ കൂടുതൽ കഴിവുള്ള അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ആളുകളാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. സാധാരണഗതിയിലുള്ള രക്ഷാപ്രവർത്തകർ മറ്റിടങ്ങളിലാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നതെന്നുള്ള മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നാളെയും സമാനമായ രീതിയിലുള്ള ഒരു തിരച്ചിലായിരിക്കും ഇവിടെ നടക്കുക. സ്വാഭാവികമായും നാളെ രാവിലെ ജില്ലാ കളക്ടർ ഒപ്പം തന്നെ SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരുകയും ഒരു അവലോകനം നടത്തുകയും അതിനുശേഷമായിരിക്കും നിലവിൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ തിരച്ചിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നാളെയും കൂടുതൽ തിരച്ചിൽ നടക്കും. ചാലിയാർ പുഴയുടെ എല്ലാ തീരങ്ങളിലും വളരെ വിശദമായി തന്നെ തെരച്ചിൽ നടക്കും. ഏതെങ്കിലും മൃതശരീരങ്ങളോ അതിൻ്റെ ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ അവ അതിവേഗത്തിൽ തന്നെ ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുക. അത് വളരെ വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക. വളരെ വേഗത്തിൽ തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുക. ഇതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നിലമ്പൂർ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് സമീർ ബിൻ കരീം നൽകിയത്. അവിടെ 146 മൃതദേഹമാണ് നിലവിൽ ഉള്ളത്. ഇപ്പോൾ അതിൽ അല്പസമയം മുൻപൊരു മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അത് മൃഗത്തിൻ്റെതാണ് എന്ന സംശയമുണ്ട് എന്ന വിവരമാണ് സമീർ ബിൻ നൽകിയത്. പ്രാഥമിക പരിശോധനയിലാണ് ഇക്കാര്യം ഡോക്ടേഴ്സ് ഉറപ്പിച്ചിട്ടുള്ളത്. ഈ സൂചന ഇത് റിപ്പോർട്ടോടെ ശരീരഭാഗം വയനാട്ടിലേക്ക് അയക്കുമെന്നുള്ളത് DNA പരിശോധന നടത്തേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ ഇത് ഉറപ്പിക്കാൻ കഴിയൂ എന്നതാണ് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുള്ളത്.